വില്ലേജ് ലൈറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹിതർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനയുണ്ടാക്കുന്നതും നമ്മുടെ മനസ്സിനെ ആഴത്തിൽ മുറിപ്പെടുത്തുന്നതുമായ ഒരനുഭവമാണ് ചതി. അത് സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയിൽ നിന്നോ ആകാം. നാം ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന, കൂടെ നിൽക്കുന്ന ഒരാൾ നമ്മളെ ചതിക്കുമ്പോൾ ആ വേദന നമ്മുടെ ആത്മാവിനെ തന്നെ ഉലച്ചേക്കാം. ഈ വേദനയിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കഴിവുണ്ട്. അതൊരു വ്യക്തിയുടെ വാക്കുകൾക്കപ്പുറം അവരുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാനുള്ള കഴിവാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് ചില സൂചനകൾ നൽകുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ശരീരഭാഷയാണ് അതിലേറ്റവും പ്രധാനം. ഈ സൂചനകൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മളെ ചതിയിൽ നിന്ന് ഒരു പരിധിവരെ സംരക്ഷിക്കുവാൻ സാധിക്കും. ഈ എപ്പിസോഡിൽ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത് വായിച്ചെടുക്കാൻ സഹായിക്കുന്ന, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ ശരീരഭാഷയിൽ ഒളിഞ്ഞിരിക്കുന്ന 9 സൂക്ഷ്മമായ സൂചനകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ ഒരു വ്യക്തിയുടെ ഓരോ ചലനവും അവരുടെ മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ്. മുഖഭാവങ്ങൾ, കണ്ണുകളുടെ ചലനങ്ങൾ, കൈകളുടെ സ്ഥാനം, ശ്വാസമെടുക്കുന്ന രീതി എന്നിങ്ങനെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു വ്യക്തിയുടെ സത്യസന്ധതയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ കഴിയും. ഇതൊരു വ്യക്തിയെ കുറ്റവാളിയായി മുദ്രകുത്താനല്ല, മറിച്ച് നമ്മുടെ സ്വന്തം സംശയങ്ങളെ ശരിയായ രീതിയിൽ വിലയിരുത്താനും അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കുവാനും വേണ്ടിയുള്ള ഒരു മാർഗനിർദ്ദേശമാണ്. അതുകൊണ്ട് ഈ വീഡിയോയെ ഒരു മുന്നറിയിപ്പായി മാത്രം കാണുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ മാത്രമായിരിക്കാം. ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു നിഗമനത്തിലെത്തുന്നതിന് മുൻപ് എല്ലാ സാഹചര്യങ്ങളെയും സൂക്ഷ്മമായി വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഈ സൂചനകൾ ഒരു സംഭാഷണത്തിനിടയിൽ നിങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാക്കുന്നെങ്കിൽ ആ സംശയത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുവാൻ ഈ അറിവ് നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ നമ്മൾ ഈ 9 സൂചനകളിലേക്ക് കടക്കുന്നു. ഒന്നാമതായി, കണ്ണുകളിലെ അസാധാരണമായ ചലനങ്ങൾ. കണ്ണുകളാണ് നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടി. ഒരു വ്യക്തി കള്ളം പറയുമ്പോൾ അവരുടെ കണ്ണുകൾക്ക് സ്ഥിരതയില്ലാത്തതായി കാണാം. സത്യസന്ധമായി സംസാരിക്കുന്ന ഒരാൾക്ക് സംഭാഷണത്തിലുടനീളം നേരിട്ട് കണ്ണിൽ നോക്കാൻ കഴിയും. കാരണം അവരുടെ വാക്കുകൾക്ക് ഒരാത്മാർത്ഥതയുടെ പിൻബലമുണ്ട്. എന്നാൽ ഒരാൾ കള്ളം പറയുമ്പോൾ അവരുടെ തലച്ചോറ് കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ടാകും. അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കഥ ശരിയാണോ, അത് വിശ്വസനീയമാണോ എന്നെല്ലാം മനസ്സ് പെട്ടെന്ന് വിശകലനം ചെയ്യുമ്പോൾ കണ്ണുകൾക്ക് ആ സ്ഥിരത നഷ്ടപ്പെടുന്നു. അവർക്ക് നേരിട്ട് കണ്ണിൽ നോക്കി സംസാരിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നോട്ടം പിടിച്ചു നിർത്തുന്നത് അവരുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും. ഈ കാരണത്താലാണ് നോട്ടം ഇടയ്ക്കിടെ താഴേക്കോ വശങ്ങളിലേക്കോ മാറിയെന്ന് വരുന്നത്. ഇത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. കാരണം മനസ്സ് ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുകയാണ്. കൂടുതൽ സൂക്ഷ്മമായ ഒരു സൂചനയാണ് കണ്ണിമ വെട്ടുന്നതിലെ അസാധാരണമായ മാറ്റം. സാധാരണ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തി ഒരു മിനിറ്റിൽ 10 മുതൽ 15 തവണ വരെ കണ്ണിമ വെട്ടാറുണ്ട്. എന്നാൽ മാനസിക സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ഈ എണ്ണം വർദ്ധിക്കും. പ്രത്യേകിച്ചും ഒരു കള്ളം പറയുമ്പോൾ. കാരണം കള്ളം പറയുമ്പോൾ മനസ്സ് ഭയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ഒരവസ്ഥയിലായിരിക്കും. കണ്ണിമ വെട്ടുന്നതിലെ ഈ അമിതമായ വർധനവ് മനസ്സിൻ്റെ അസ്വസ്ഥതയുടെ ഒരു വ്യക്തമായ ലക്ഷണമാണ്. ചിലപ്പോൾ ഈ മാറ്റം ഒരു കള്ളം പറഞ്ഞ ഉടൻ തന്നെ സംഭവിക്കാം. അതുപോലെ ചില സ്ത്രീകൾ മനഃപൂർവ്വം കണ്ണുകൾ അടച്ചു പിടിക്കുകയോ സംസാരത്തിനിടയിൽ കൂടുതൽ സമയം കണ്ണുകൾ അടച്ചു വയ്ക്കുകയോ ചെയ്യും. ഇത് അവർക്ക് ആ സത്യത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരാഗ്രഹമാണ്. എങ്കിലും ഈ സൂചനകൾ മാത്രം വെച്ച് ഒരു നിഗമനത്തിലെത്തുന്നത് ശരിയല്ല. ചില സ്ത്രീകൾക്ക് സ്വതസിദ്ധമായി സംഭാഷണത്തിനിടയിൽ കണ്ണുകൾക്ക് സ്ഥിരതയുണ്ടായിരിക്കുകയില്ല, അല്ലെങ്കിൽ അവർക്ക് സാമൂഹികമായ ഉത്കണ്ഠ ഉണ്ടായിരിക്കും. അതിനാൽ ഒരു വ്യക്തിയെ വിലയിരുത്തുമ്പോൾ
അവരുടെ സാധാരണ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർ സാധാരണയായി കണ്ണിൽ നോക്കി സംസാരിക്കുന്നവരാണോ, അതോ അവർക്ക് ആ ശീലം ഇല്ലേ എന്ന് ശ്രദ്ധിക്കുക. സംഭാഷണത്തിനിടയിൽ അവർ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ മാത്രം ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്കെന്തോ മറച്ചു വെക്കാനുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി, പുഞ്ചിരിയിലെ പൊരുത്തക്കേടുകൾ. പുഞ്ചിരി എന്നത് സന്തോഷത്തിൻ്റെ ഏറ്റവും സ്വാഭാവികമായ പ്രകടനമാണ്. എന്നാൽ എല്ലാ പുഞ്ചിരികളും ഒരുപോലെ യഥാർത്ഥമായിരിക്കണമെന്നില്ല. ഒരു സ്ത്രീ കള്ളം പറയുമ്പോൾ അവരുടെ പുഞ്ചിരിക്ക് ഒരുതരം പൊരുത്തക്കേടുണ്ടാകാം. യഥാർത്ഥ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ വായ മാത്രമല്ല ചിരിക്കുന്നത്, നമ്മുടെ കണ്ണുകളും ചിരിക്കും. യഥാർത്ഥ പുഞ്ചിരിയിലെ കണ്ണുകളുടെ വശങ്ങളിൽ നേരിയ ചുളിവുകൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഡ്യൂഷൻ സ്മൈൽ എന്ന് വിളിക്കുന്നു. കാരണം ഇത് മനസ്സിൻ്റെ ആത്മാർത്ഥമായ സന്തോഷം കാരണം സംഭവിക്കുന്നതാണ്. എന്നാൽ കള്ളം പറയുന്നവരുടെ പുഞ്ചിരിയിൽ ഈ സ്വാഭാവികത കാണാൻ കഴിയുകയില്ല. വ്യാജമായ പുഞ്ചിരിയിൽ കണ്ണുകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. വായ മാത്രം ചിരിക്കാൻ ശ്രമിക്കുകയും കണ്ണുകൾക്ക് ചുറ്റുമുള്ള പേശികൾക്ക് യാതൊരു ചലനവും ഇല്ലാതിരിക്കുകയും ചെയ്യും. ഇതിനെ പാനാം സ്മൈൽ എന്ന് വിളിക്കാറുണ്ട്. കാരണം 1960കളിൽ പാനാം എയർലൈൻസ് ജീവനക്കാർക്ക് ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്താനായി പഠിപ്പിച്ചിരുന്ന പുഞ്ചിരിക്ക് ഈ സ്വഭാവമുണ്ടായിരുന്നു. ഒരു വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന പുഞ്ചിരിയും ഇതിന് സമാനമാണ്. കള്ളം പറയുമ്പോൾ സംഭാഷണം ഒരു കൗശലത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി പലപ്പോഴും വ്യാജമായ പുഞ്ചിരി ഒരായുധമായി ഉപയോഗിക്കാറുണ്ട്. ഒരു വ്യക്തിയുടെ പുഞ്ചിരിയിലെ ഈ വ്യത്യാസം ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന നൽകും. നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു സ്ത്രീ ചിരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ചിരി അവരുടെ കണ്ണുകളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിൽ സന്തോഷകരമല്ലാത്ത ഒരു സാഹചര്യത്തിൽ സന്തോഷം അഭിനയിക്കുമ്പോൾ ആ പുഞ്ചിരി വളരെ വേഗത്തിൽ മാഞ്ഞു പോകുന്നതായി കാണാം. കാരണം അവരുടെ മനസ്സ് ആ അഭിനയം കൂടുതൽ സമയം നിലനിർത്തുവാൻ തയ്യാറല്ല. സത്യസന്ധമല്ലാത്ത സംഭാഷണങ്ങളിൽ ഒരു നർമ്മബോധം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഈ വ്യാജ ചിരി പുറത്തു വന്നേക്കാം. മൂന്നാമതായി, ശബ്ദത്തിലെ മാറ്റങ്ങൾ. ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച് ശബ്ദത്തിന് ധാരാളം കാര്യങ്ങൾ പറയാൻ കഴിയും. ഒരു സ്ത്രീ കള്ളം പറയുമ്പോൾ അവരുടെ ശബ്ദം സാധാരണയിൽ നിന്ന് മാറിയേക്കാം. ചിലപ്പോൾ ശബ്ദം വിറയ്ക്കുകയോ പതിഞ്ഞതാവുകയോ ചെയ്യാം. ഇത് മനസ്സനുഭവിക്കുന്ന ഉത്കണ്ഠയുടെയും ഭയത്തിൻ്റെയും നേരിട്ടുള്ള പ്രതിഫലനമാണ്. മാനസിക സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നമ്മുടെ സ്വരനാളത്തിലെ പേശികൾ മുറുകുകയും ഇത് ശബ്ദം വിറയ്ക്കുന്നതിനോ പതിഞ്ഞതാവുന്നതിനോ കാരണമാകും. ഈ മാറ്റങ്ങൾ വളരെ സൂക്ഷ്മമായിരിക്കും. അതിനാൽ കൂടുതൽ ശ്രദ്ധ നൽകിയാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട സൂചനയാണ് സംസാരിക്കുന്നതിൻ്റെ വേഗതയിലുള്ള മാറ്റം. കള്ളം പറയുമ്പോൾ പലരും വേഗത്തിൽ സംസാരിക്കാൻ ശ്രമിക്കും. കാരണം അവർക്ക് ആ സംഭാഷണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. വേഗത്തിൽ സംസാരിക്കുന്നത് വഴി അവർക്ക് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും തങ്ങളുടെ കഥ എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കാനും സാധിക്കും. എന്നാൽ വേഗത്തിലുള്ള ഈ സംസാരം സ്വാഭാവികമായ മാറ്റമല്ല, മറിച്ച് മാനസിക സമ്മർദ്ദത്തിൻ്റെ ഫലമാണ്. ചിലപ്പോൾ ഈ വേഗത കൂടുന്നതിന് പകരം സംസാരം വളരെ പതുക്കെയായി മാറിയെന്നും വരാം. ഇത് ഓരോ വാക്കും വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത് തെറ്റുകൾ വരാതിരിക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ചിലപ്പോൾ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി സംസാരിക്കുകയോ മൂളിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്നത് കാണാം. ഇത് മനസ്സടുത്തതായി എന്തു പറയണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ സൂചനയാണ്. സത്യസന്ധമായി സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ സ്വാഭാവികമായി ഒഴുകി വരും. എന്നാൽ ഒരു കള്ളം പറയുമ്പോൾ ഓരോ വാക്കും വളരെ ശ്രദ്ധയോടെ മെനഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിനാൽ ഈ ഇടവേളകൾ സ്വാഭാവികമായും സംഭവിക്കും. ഈ സൂചനകളെല്ലാം ഒരുമിച്ച് ശ്രദ്ധിക്കുന്നത് ഒരു വ്യക്തിയുടെ സത്യസന്ധതയെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം ലഭിക്കുവാൻ സഹായിക്കും. നാലാമതായി, ശരീരഭാഷയിലെ അസ്വസ്ഥത. ഒരു വ്യക്തിയുടെ മനസ്സിലെ അസ്വസ്ഥത അവരുടെ ശരീരഭാഷയിൽ പ്രകടമാകും. കള്ളം പറയുന്ന സ്ത്രീകൾ കൈകൾ പിണച്ചു വയ്ക്കുകയോ ശരീരം ഒരു വശത്തേക്ക് ചായ്ച്ചു നിൽക്കുകയോ ചെയ്യാം. ഇതൊരു തരം പ്രതിരോധ മനോഭാവമാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ ബാരിയർ ബിഹേവിയർ എന്ന് വിളിക്കുന്നു. മനസ്സൊരു അപകടകരമായ സാഹചര്യത്തിലാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ശരീരം സ്വയം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണിത്. കൈകൾ പിണച്ചു വയ്ക്കുന്നത്
ഒരു സംരക്ഷണ കവചം പോലെ പ്രവർത്തിക്കുകയും സംസാരിക്കുന്ന വിഷയത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരം ഒരു വശത്തേക്ക് ചായ്ച്ചു നിൽക്കുന്നതും ഇതേ കാരണത്താലാണ്. ഇത് സംസാരിക്കുന്ന വ്യക്തിയിൽ നിന്ന് അകലം പാലിക്കാൻ മനസ്സാഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഈ ചലനങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, മറിച്ച് ശരീരത്തിൻ്റെ സ്വാഭാവികമായ പ്രതികരണമാണ്. കൂടാതെ കാലുകൾ കൂട്ടിച്ചേർത്ത് വയ്ക്കുന്നതും അല്ലെങ്കിൽ കാൽമുട്ടുകൾ ചേർത്ത് വയ്ക്കുന്നതും ഇതിൻ്റെ ഭാഗമായി കാണാം. ഇത് മനസ്സൊരു ഭയത്തിൻ്റെയോ ഉത്കണ്ഠയുടെയോ അവസ്ഥയിലായിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. ശരീരം ഒരു ഭാഗത്തേക്ക് ചലിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് സ്ഥിരതയില്ലാതെ നിൽക്കുന്നതും ഇതിൻ്റെ ലക്ഷണമാണ്. ഒരു കള്ളം പറയുമ്പോൾ മനസ്സ് പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുന്നു. അത് സാഹചര്യത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ആഗ്രഹമാണ്. അതിനാൽ ശരീരം ചലിക്കാൻ തയ്യാറെടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഒരു കസേരയിൽ ഇരിക്കുകയാണ് എങ്കിൽ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുകയോ അല്ലെങ്കിൽ കൈകൾ അമിതമായി ചലിപ്പിക്കുകയോ ചെയ്യുന്നത് കാണാം. അഞ്ചാമതായി, കൈകളുടെ ചലനങ്ങൾ. സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ കൈകൾ മനസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. വഞ്ചിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ അവരുടെ കൈകൾ തുടർച്ചയായി ചലിപ്പിക്കുകയോ അമിതമായി ആംഗ്യങ്ങൾ കാണിക്കുകയോ ചെയ്യാം. ഇതവർ കള്ളം മറയ്ക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. മനസ്സ് കള്ളം പറയുമ്പോൾ അതിനെ മറയ്ക്കാൻ വേണ്ടി സംസാരിക്കുന്ന വിഷയത്തിന് അമിതമായി പ്രാധാന്യം നൽകാൻ ശ്രമിക്കും. ഇത് കൈകളുടെ അമിതമായ ചലനത്തിന് കാരണമാകും. എന്നാൽ ഇതിന് വിപരീതമായി ചിലർ കൈകൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കും. കൈകൾ പോക്കറ്റിലിടുകയോ ശരീരത്തിന് പിന്നിലേക്ക് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു മേശയുടെ താഴെ വയ്ക്കുകയോ ചെയ്യാം. ഇത് മനസ്സ് ഒരു അപകടകരമായ സാഹചര്യത്തിലാണ് എന്ന് തിരിച്ചറിയുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിരോധ മനോഭാവമാണ്. സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ കൈകൾ മനഃപൂർവ്വം മറച്ചു പിടിക്കാൻ ശ്രമിക്കും. അതുപോലെ കൈകൾ തുടച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വിരലുകൾ തമ്മിൽ തിരുമ്മിക്കൊണ്ടിരിക്കുക എന്നിവയും അസ്വസ്ഥതയുടെ ലക്ഷണങ്ങളാണ്. ചിലപ്പോൾ കൈകൾ മുഖത്തേക്കോ കഴുത്തിലേക്കോ പോകുന്നത് കാണാം. ഒരു കള്ളം പറയുമ്പോൾ ശരീരത്തിന് അസ്വസ്ഥതയുണ്ടാവുകയും ഈ അസ്വസ്ഥത മാറ്റാൻ വേണ്ടി അറിയാതെ ഈ ചലനങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഒരു സ്ത്രീ കള്ളം പറയുമ്പോൾ അവരുടെ കഴുത്തിലോ അല്ലെങ്കിൽ മുഖത്തോ അറിയാതെ കൈവെക്കുന്നത് കാണാം. ഇത് മനസ്സനുഭവിക്കുന്ന ഉത്കണ്ഠയുടെയും ഭയത്തിൻ്റെയും പ്രതിഫലനമാണ്. ആറാമതായി, ചലനങ്ങളിലെ വേഗതയും സ്ഥിരതയില്ലായ്മയും. വഞ്ചന നടത്തുന്നവരുടെ ചലനങ്ങളിൽ വേഗതയും സ്ഥിരതയില്ലായ്മയും പ്രകടമാകും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഒരിടത്തും അവർക്ക് ഇരിപ്പുറയ്ക്കുകയില്ല. ഒരുപാട് സമയം ഒരു സ്ഥലത്ത് നിൽക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത് മനസ്സിലെ സംഘർഷവും വേഗത്തിൽ ആ സാഹചര്യം ഒഴിവാക്കാനുള്ള അവരുടെ ആഗ്രഹവും കാണിക്കുന്നു. മനസ്സൊരു കള്ളം പറയുമ്പോൾ ശരീരം ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണിത്. സംഭാഷണം നടക്കുമ്പോൾ അവർ തുടർച്ചയായി കാലുകൾ ചലിപ്പിക്കുകയോ മുടിയിൽ തൊടുകയോ അല്ലെങ്കിൽ പേന കറക്കുകയോ ചെയ്യുന്നതും ഇതിൻ്റെ ലക്ഷണമാണ്. മനസ്സനുഭവിക്കുന്ന ഉത്കണ്ഠ മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത്. ഈ ചലനങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, മറിച്ച് ശരീരത്തിൻ്റെ സ്വാഭാവികമായ പ്രതികരണമാണ്. ഈ അസ്വസ്ഥതയുടെ സൂചനകൾ അവരുടെ സംഭാഷണത്തേക്കാൾ സത്യസന്ധമായിരിക്കും. ചിലപ്പോൾ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ വേഗത്തിൽ തലയാട്ടുന്നതോ അല്ലെങ്കിൽ കൂടുതൽ വേഗത്തിൽ പ്രതികരിക്കുന്നതോ കാണാം. ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ വേഗത്തിൽ തലയാട്ടുന്നത് അവർ ആ ചോദ്യത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി വേഗത്തിൽ സമ്മതം നൽകുന്നതിൻ്റെ ലക്ഷണമാണ്. ഈ സൂചനകളെല്ലാം ഒരുമിച്ച് ശ്രദ്ധിക്കുന്നത് ഒരു വ്യക്തിയുടെ സത്യസന്ധതയെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം ലഭിക്കുവാൻ സഹായിക്കും. ഏഴാമതായി, ശ്വാസത്തിലെ മാറ്റങ്ങൾ. ഒരു വ്യക്തിയുടെ ശ്വസനത്തിൽ വേഗതയും താളവും അവരുടെ മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നു. കള്ളം പറയുമ്പോൾ ശ്വാസം വേഗത്തിലാകും. പരുങ്ങലിലായ ഒരു സംസാര ശൈലിയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. ഇതവരുടെ ശരീരം അനുഭവിക്കുന്ന സമ്മർദ്ദത്തിൻ്റെ സ്വാഭാവിക പ്രതികരണമാണ്. മനസ്സ് ഭയത്തിൻ്റെയോ ഉത്കണ്ഠയുടെയോ അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസം വേഗത്തിലാവുകയും നെഞ്ചിടിപ്പ് കൂടുകയും ചെയ്യും. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പോരാടുക അല്ലെങ്കിൽ ഓടുക എന്ന പ്രതികരണത്തിൻ്റെ ഭാഗമാണ്. ശ്വാസം വേഗത്തിലാകുമ്പോൾ സംസാരം പരുങ്ങലിലായ ഒരു ശൈലിയിലേക്ക് മാറിയെന്നും വരാം. വാക്കുകൾ തമ്മിൽ ബന്ധമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ വാക്കുകൾ ശ്വാസത്തിൽ മുങ്ങിപ്പോവുകയോ ചെയ്യാം. ഇതൊരു കള്ളം പറയുമ്പോൾ മനസ്സ് കൂടുതൽ ശ്രദ്ധ വാക്കുകളിൽ കൊടുക്കുന്നതിനാൽ ശ്വാസമെടുക്കുന്നതിൻ്റെ താളം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഈ മാറ്റങ്ങൾ വളരെ സൂക്ഷ്മമായിരിക്കും. അതിനാൽ കൂടുതൽ ശ്രദ്ധ നൽകിയാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.
സംഭാഷണത്തിനിടയിൽ ഒരു വ്യക്തി ഇടയ്ക്കിടെ ദീർഘമായി ശ്വാസം എടുക്കുകയോ അല്ലെങ്കിൽ ശ്വാസം വിടുകയോ ചെയ്യുന്നത് കാണാം. ഇതവർക്ക് മാനസിക സംഘർഷം അനുഭവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അവർ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു ദീർഘമായ ശ്വാസം എടുക്കുന്നത് ആ സാഹചര്യം ഒഴിവാക്കിയതിൽ ആശ്വാസം ലഭിച്ചതിൻ്റെ ലക്ഷണമാണ്. എട്ടാമതായി, അമിതമായ വിയർപ്പ്. ശരീരത്തിലെ വിയർപ്പ് എന്നത് മാനസിക സമ്മർദ്ദത്തിൻ്റെ നേരിട്ടുള്ള ലക്ഷണമാണ്. ഒരു സ്ത്രീ കള്ളം പറയുമ്പോൾ അവരുടെ നെറ്റിയിലോ കഴുത്തിലോ കൈയുടെ പുറകിലോ വിയർപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സനുഭവിക്കുന്ന ഉത്കണ്ഠയുടെയും സമ്മർദ്ദത്തിൻ്റെയും ഫലമാണ്. മനസ്സ് ഭയത്തിൻ്റെയോ ഉത്കണ്ഠയുടെയോ അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുകയും ഇത് വിയർപ്പിന് കാരണമാവുകയും ചെയ്യും. ഈ വിയർപ്പ് വളരെ സൂക്ഷ്മമായിരിക്കും. ചിലപ്പോൾ ഇത് ഒരു തരം തിളക്കം പോലെ മുഖത്ത് കാണാം. ഇതൊരു കള്ളം പറഞ്ഞ ഉടൻ തന്നെ സംഭവിക്കാം. ചില സ്ത്രീകൾക്ക് സ്വതസിദ്ധമായി വിയർക്കുന്ന ശീലമുണ്ടായിരിക്കാം. അതിനാൽ ഒരു വ്യക്തിയെ വിലയിരുത്തുമ്പോൾ അവരുടെ സാധാരണ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു സാധാരണ സംഭാഷണത്തിനിടയിൽ വിയർക്കാത്ത ഒരാൾ ഒരു പ്രത്യേക ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ വിയർക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്കെന്തോ മറച്ചുവെക്കാനുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ഒരു വ്യക്തി വിയർപ്പ് തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് കാണാം. ഇത് മനസ്സ് ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഈ സൂചനകളെല്ലാം ഒരുമിച്ച് ശ്രദ്ധിക്കുന്നത് ഒരു വ്യക്തിയുടെ സത്യസന്ധതയെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം ലഭിക്കുവാൻ സഹായിക്കും. ഒൻപതാമതായി, മുഖം ചുവന്നു തുടുക്കുന്നത്. കള്ളം പറയുമ്പോൾ പലരുടെയും മുഖം ചുവന്നു തുടുക്കും. രക്തയോട്ടം വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. ഇത് നാണക്കേടോ കുറ്റബോധമോ കാരണം ഉണ്ടാകാം. മനസ്സൊരു കള്ളം പറയുമ്പോൾ ശരീരം അതിനോട് പ്രതികരിക്കുന്നത് ഈ മാറ്റങ്ങളിലൂടെയാണ്. ചിലർക്ക് സ്വതസിദ്ധമായി മുഖം ചുവക്കുന്ന ശീലമുണ്ടായിരിക്കാം. അതിനാൽ ഒരു വ്യക്തിയെ വിലയിരുത്തുമ്പോൾ അവരുടെ സാധാരണ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ചുവപ്പ് നിറം ചിലപ്പോൾ വളരെ സൂക്ഷ്മമായിരിക്കും. ഇത് മുഖത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം കാണാം. ഉദാഹരണത്തിന് കഴുത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ കവിളിൻ്റെ ഭാഗം. ഈ ചുവപ്പ് നിറം മനസ്സനുഭവിക്കുന്ന ഉത്കണ്ഠയുടെയും സമ്മർദ്ദത്തിൻ്റെയും ഫലമാണ്. ഈ സൂചനകളെല്ലാം ഒരുമിച്ച് ശ്രദ്ധിക്കുന്നത് ഒരു വ്യക്തിയുടെ സത്യസന്ധതയെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം ലഭിക്കുവാൻ സഹായിക്കും. ഈ ലക്ഷണങ്ങളെല്ലാം സൂക്ഷ്മമായ സൂചനകളാണ്. അതിനാൽ ഒരു വ്യക്തിയെ വഞ്ചകയായി മുദ്ര കുത്തുന്നതിന് മുൻപ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഈ സൂചനകൾ ഒരുമിച്ച് കാണുമ്പോൾ ഒരു നിഗമനത്തിലെത്തുവാൻ സഹായകമാകും. ഓർക്കുക, ഈ ലക്ഷണങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ സ്വഭാവ സവിശേഷതകൾ കൊണ്ടുമാകാം. അതിനാൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ചിന്തിക്കണം. വില്ലേജ് ലൈറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഏറെ പ്രയോജനപ്രദമായി തീർന്നു എന്ന് കരുതുന്നു. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.